السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا مولانا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدر ومقداره العظيم. أما بعد. بسم الله الرحمن الرحيم. والذين آمنوا أشد حبا لله. صدق الله المولانا العظيم. അത്തൗബത്തു അന്നദം. സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, തൗബ അലക്ക സ്വീകരിക്കാത്ത മനുഷ്യന്മാർ, അങ്ങ് തൗബ ചെയ്യുമ്പോൾ അല്ലാഹു സ്വീകരിക്കാത്ത മനുഷ്യന്മാർ ഒരുപാടുള്ളാർ. അങ്ങ് തൗബ ചെയ്യുമ്പോൾ അല്ലാഹു സ്വീകരിക്കില്ല. എന്തുകൊണ്ട് സ്വീകരിക്കില്ല? അതിലങ്ങ് വിരമിക്കണം. ആ ഉള്ള ദോഷത്തിലങ്ങ് വിരമിച്ചിട്ടെങ്കിൽ അല്ലാഹു സ്വീകരിക്കണം. ഇല്ലെങ്കിൽ സ്വീകരിക്കണം. ഒന്നെന്തോ ശരീഅത്ത് ഹറാമാക്കിയ ഇൻഷുറൻസ് ഉള്ള എല്ലാ മനുഷ്യന്മാർ തൗബത്തെ അല്ലാഹു സ്വീകരിക്കണമില്ല. അതിൽ ഇൻഷുറൻസിൽ മുക്തിയാവുടെ കാലത്തോളം. ബഡ്ഡി വ്യവഹാരം. എന്തിಗೆ ബഡ്ഡി വ്യവഹാരം ഇൻഷുറൻസ് ആക്കിയിട്ട് എന്തിಗೆ? ഇൻഷുറൻസ് ആക്കിയിട്ട് ഒരു കലി ഗಂಟು കിട്ടിട്ടുണ്ട്, ഒരു കലി കെട്ട് ഒരു കലിಗೆ എന്തൊരു കെട്ട് ധാരാളം പൈസ കിട്ടും. അതെ കാത്തുണ്ടുള്ളൂ. ಅದಕ್ಕೆ ಇನ್ಶೂರೆನ್ಸ್ ಹಾಕಿರೋ അങ്ങനെ പൈസ ധാരാളം കിട്ടുമായിട്ട്. ಬಡ್ಡಿ ವ್ಯವಹಾರ ಅಂದ್ರೆ ಹಂಗಲೋ പൈസ ಖಜಾನೆ ಯಾರಾಕೋಯ್ತು, അങ്ങനെ ആസ്തിക്ക് ಯಾರಾಕೋಯ್ತು, ആസ്തി സുധാരണ ആയിട്ട് ബഡ്ഡി ആക്കിയോ. അങ്ങനത്തെ കൊണ്ടാക്കില്ല അള്ളാഹു. അങ്ങനെ തോപ സ്വീകരിക്കില്ല. അങ്ങനെ തോപ അള്ളാഹു സ്വീകരിക്കില്ല. പിന്നെ 6 മനുഷ്യന്മാർ ദോഷാക്കിടാറ്, അതിരങ്ങ് ബഹിരംഗാക്കിടാറ്. ദോഷം എന്തുമാക്കി പോയിട്ട്, എന്തെങ്കിലും ദോഷമാക്കി പോയിട്ട് ഒരാൾ ചെന്ന ഇത് ഈ കാണ്ട ഈ അവലെ കാട്ടിട്ട് ഈ കാണ്ട ഓലോ എല്ലാ മക്കൊന്നണ്ടം വേണ്ടി ಅವಳ ಮಗಿಲೆ ಬೇರೆ ಮಗಿಲೆ ಇಡಲ್ಲ ಚೆನ್ನ ಓಡು ಸೀನ ಹಾಕಿದರೆ ಎಂದಾಕಿ ಬಹಿರಂಗ ಹಾಕ್ಯ ಅದೆಲ್ಲ ಮಾಫ್ ಹಾಕಲ್ಲ. അങ്ങനെ ബഹിരംഗ ദോഷം ಹಾಕಿದರೆ ബഹിരംഗ ಹಾಕಿತ್ತೆ ಅಲ್ಲ ಎಂದಾಕಲ್ಲ ಮಾಫ್ ಹಾಕಿಡೋದು ಪಡೆ ಅವನಿಗೊರು ಇದು ಕಿಬುರದಿಲ್ಲ ಹೊಡೆ ನಾನು ಹಾಕ್ಯಂದು ಅದ್ರೊರು ಇದು ದರ್ಪ ಗತ್ತದಿಲ್ಲ ಪಡೆ. അങ്ങനത്തെ മനുഷ്യന്മാരെ എന്താക്കല്ല അല്ല ദോഷം മാഫാക്കല്ല. ഉദ്ദേശപൂർവ്വമായിട്ട് കരുതി കൂട്ടി 4 ദോഷം ಹಾಕ್ಯಂಡು ನಿತ್ಯ ರೂಢಿ. ಅದು ಕರ್ದಿ ಕೂಡಿ 4 ದೋಷ ಹಾಕೋಣ ಮೇಲೆ ಕರ್ದಿ ಕೂಟಿಟ್ಟು ಗೊಂತುಂಡು ಅದು ಹರಾಮುಂಟು. ಆ ನಿತ್ಯ ಹಾಕೋಣ ಮನುಷ್ಯന്മാರ ദോഷ തോന്നുമ്പോൾ അല്ല സ്വീകരിക്കില്ല. കാരണം അങ്ങ് വലിയ ഫാസിക്കുക, അതുകൊണ്ടാക്കല്ല. പിന്നെ കുടുംബ ബന്ധം മുറിച്ച മനുഷ്യന്മാർ, കുടുംബക്കാരുടെ സമയമില്ല. 2 ಗಂಟೆ ಮೂತವನು ಕಾವಲ್ಲ, 2 ಗಂಟೆ 2 ಕಾವಲ್ಲ, ಪರಸ್ಪರ ಅಪ್ಪ ಬಿಡಿಸೋದಿಲ್ಲ. പെഞ്ഞേനെ ഫലക്കെ താങ്കളൊട്ട് കർസ ഓലൊട്ട് ഇങ്ങോട്ട് കർസ എല്ലാവരും കർസമേ പാടി അർസത്ത് വോൾട്ടേജ് ആറാക്കിടും. അതിന് ഒരേ ഉമ്മടും മക്കളിട്ടു അർസ ഇന്ന് മനുഷ്യന്മാർ കുടുംബം എന്താ വെച്ചാൽ അങ്ങനല്ല. ബാപ്പടെ ചോരുള്ള മനുഷ്യന്മാർ കുടുംബക്കാർ അങ്ങോട്ട് 6 അർസമില്ല. അവനಗೂ അവൻ്റെ ഒരൊറ്റ തോപത്തല്ല സ്വീകരിക്കില്ല. അവൻ എത്ര തോപ ചെയ്യുമെങ്കിൽ പിന്നെ സ്വീകരിക്കട്ടെ പോകാൻ ബന്ധ സമാക്യ ബന്ധം മുറിച്ചുകൊണ്ട് അവൻ ബന്ധ ചേർച്ച എന്തെങ്കിൽ ആ ഉണ്ട് തോപ സ്വീകരിക്കും. ഇല്ല അതുകൊണ്ട് സ്വീകരിക്കണമില്ല. നിരക്കടങ്ങനെ ഉപദ്രവക്കണ മനുഷ്യന്മാർ അർസവർ പാട്ട മനുഷ്യന്മാർ നിരക്കടങ്ങോട്ട് അർസിക്കണ മനുഷ്യന്മാർ അങ്ങനെ തോപത്തെ അള്ളാഹു സ്വീകരിക്കില്ല. അതുകൊണ്ട് നിരക്കട എപ്പോൾ ചന്തത്തിലേക്കൊണ്ട് കുറച്ച് സമയം അർസുണ്ടെങ്കിൽ ഞങ്ങൾ പോയിട്ട് പെരുസായിട്ട് അങ്ങ് ഉപദ്രാക്കിയിട്ടെങ്കിൽ ഞങ്ങൾ മാഫ് കേൾക്കണം. എന്ത് പേടിക്കേണ്ട, അത് ഏത് ജാതി മതഭേദമില്ല. കേട്ടിട്ട് അങ്ങനെ സന്തോലാക്കണം. അങ്ങനെ സന്തോല നിരക്കരണ്ട് കൊണ്ട് സന്തോലമായിട്ട് അവൻ നല്ലോണം നിരക്കരണ്ട് വിളിച്ചോണ്ട് നല്ലോണം ഉണ്ട്. ഞങ്ങളെ അവനെങ്കിൽ ഞങ്ങൾ നല്ലോ. അപ്പോൾ നിങ്ങൾ സോബത്ത് അള്ളാഹു സ്വീകരിക്കണ്ട. ഇല്ലെങ്കിൽ അള്ളാഹു സ്വീകരിക്കില്ല. ഇന്ന് ബാപ്പടെ നെഗ്ലക്റ്റ് ആക്കണ മനുഷ്യന്മാർ, ബാപ്പടെ ബലവയ്ക്കില്ല. അങ്ങനെ ക്യാറ് അങ്ങനെ ഇതിൽ ജോറിൽ പറക്ക മനുഷ്യന്മാരുള്ളാർ, എത്രയോ മനുഷ്യന്മാർ അങ്ങനെ തറാട്ടി എടുക്കുന്ന മനുഷ്യന്മാരുള്ളാർ. അതുകൊണ്ട് ബാപ്പടെ ആറ് മുമ്പലാക്കിടാറ്, ബാപ്പടെ ആരെ പരിഗണിക്കില്ല. അങ്ങോട്ട് വാല്യൂ അങ്ങോട്ട് ബല അങ്ങോട്ട് അതബ് അത് ആറ് പാലന ആക്കില്ല. അങ്ങനെ തോപത്തെ അള്ളാഹു എന്താക്കില്ല, സ്വീകരിക്കില്ല. അതുകൊണ്ട് ബാപ്പ ഭയങ്കര അങ്ങമേ ഞങ്ങൾ സ്വർഗ അങ്ങമേ ഞങ്ങൾ നരക എന്ന് വിചാരിച്ച് വെച്ചിട്ടല്ലേ. അതുകൊണ്ട് അങ്ങനെ സന്തോഷാക്കടോ. എല്ലാ ട്രിക്സും എല്ലാ തന്ത്രം ഉപായം യുക്തിയും ഉണ്ടാക്കണം. ബാപ്പയുടെ സന്തോഷാക്കും. അങ്ങനെ ആക്കിത്തെങ്കിൽ ഞങ്ങൾ തോപ സ്വീകരിക്കട്ടെ. ഇല്ലെങ്കിൽ ഞങ്ങൾ തോപ സ്വീകരിക്കണമേ ഇല്ല. പിന്നെ സത്കർമ്മക്ക് എത്ര ഖജാനാക്കിയിട്ടും അതൊക്കെ സ്വീകരിച്ചിട്ട് എന്ന് ഉറപ്പില്ലല്ലേ, ഉണ്ടാ ഇല്ല. അത് കൂലി തറവുമേ തറാണ്ടിക്കുമേ അതല്ലാണ്ട് ഇഷ്ടം. ഇനി ദോഷത്തൊക്കെ ഖജാനമേ ആക്കി വെച്ചിട്ട് അത് അള്ളാഹു മാഫാക്കുമേ മാഫാക്കണ്ടിക്കുമേ അതല്ലാണ്ട് ഇഷ്ടം. പിന്നെ ഞങ്ങൾ എന്താക്കണു, മാഫാക്കോ അല്ലാണ്ട് ഗടിഗടി കേട്ടോണ്ടേ ഇക്കണം. ദോഷാക്കിയ മനുഷ്യന്മാർക്ക് അല്ല ശിക്ഷകൾ ഫറലില്ല.
സത്കർമാക്കിയ മനുഷ്യന്മാർക്ക് അള്ളാഹു കൂലി കൊടുക്കൽ ഫറലില്ല, അതെല്ലാം അവൻ്റെ ഇഷ്ടം. പക്ഷെ എന്തിനെക്കൊണ്ടങ്ങ് യജമാനായെന്നവർ അള്ളാഹുല്ല എന്നുള്ള പേടിയോട് കൂടി എന്നിട്ട് ചോദ്യം ചെയ്ത എന്നുള്ള പേടിക്കണം. ആ പേടി ആയിട്ട് ഇരിക്കട്ടെ വലിയ വില നണ്ടാസ് നാനാക്കി ദോഷത അള്ളാഹു മാഫാക്കിട്ടിക്കുവാണ്. അള്ളാഹു നീ മാഫാക്ക, അല്ലാ നാനാക്കി സത്കർമ്മ അള്ളാഹു നീ സ്വീകരിച്ചിട്ടിക്കുവേ, അള്ളാഹുവെ നീ സ്വീകരിക്ക റഹ്മാനെ എന്നുള്ള പേടി ഇന്നെങ്കിൽ അല്ല സ്വീകരിക്കട്ടെ. അങ്ങനത്തെ മനുഷ്യന്മാർ തോപത്ത് അങ്ങനത്തെ തോപത്ത് അള്ളാഹു സ്വീകരിക്കട്ടെ. അല്ലാത്ത മനുഷ്യന്മാരെന്നൊക്കെല്ല അള്ളാഹു സ്വീകരിക്കില്ല. അതുകൊണ്ട് ഭാരി ഡേഞ്ചറസ് എന്തോ മനുഷ്യന്മാർ ഏതുക്കും കൈഡാണ്ട് ആരെ മനുഷ്യന്മാർ ഹക്ക് കൈഡാണ്ട് അല്ലും അള്ളാഹ് അനിഷ്ടമായത് ഭാരി കടുപ്പമായി വിരോധിച്ചതിനെ ഞങ്ങൾ നിത്യമാക്കാണ്ട് അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചിട്ടെങ്കിൽ ഭയങ്കര സന്തോല. ദോഷാകൾ കൊണ്ടെന്താകൂടെ അള്ളാഹോടോ അർശം ഉണ്ടാവിടും, ശൈത്താൻ സന്തോല അവിടെ കൽബ് ഗലീജി ആവിടും. അതുകൊണ്ട് സ്വർഗത്ത് കാണും എന്താണ് ദൂരത്താവിട, നരകത്ത് മുട്ടാവിട, അള്ളാഹു ദൂരത്താവിട, അള്ളാഹു ദൂരത്തോടെ ശൈത്താൻ മുട്ടാവിട. അതുകൊണ്ട് അള്ളാഹു വെച്ച് വലിയ ആഫറായിട്ട് തോബ, അത് തോബ സ്വീകരിക്കണേ. ഈ ചെന്ന കണ്ടീഷനെല്ലാം കറക്റ്റ് ഉണ്ടെങ്കിൽ എന്താക്കട അള്ളാഹു തോപത്തെ സ്വീകരിക്കടാ. ഇല്ലെങ്കിൽ അള്ളാഹ് എന്താക്കടാ ഈ ചെന്ന ഇപ്പം ലിസ്റ്റാക്കിയത് ആ ദോഷം ഉണ്ടെങ്കിൽ അള്ളാഹു എന്താക്കില്ല, അതിൽ വിരമിക്ക കാലത്തോടും മാഫാക്കട. എത്ര ദോഷം ഉണ്ടെങ്കിൽ മാഫാക്കട. അള്ളാഹു ഭൂമി നിറോടി ഒരു മനുഷ്യരുടെ ദോഷം ഉണ്ടെങ്കിലും അള്ളാഹു മാഫാക്കട. അത് മാത്രം ആദമുടെ ഹക്കായിട്ട് കൊതിര, ആദമുടെ വിഷയമായിട്ട് കൊതിര. ആദം ചെന്ന മനുഷ്യന്മാരുടെ വിഷയമായിട്ടുണ്ടെങ്കിൽ ഇത് മാഫാക്കില്ല. അതല്ലാത്ത എത്ര നിങ്ങൾ അള്ളാഹ് മാഫാക്കട. എന്താക്കണം ഇനി മേലില്ലതാക്കില്ല എന്നുള്ള പ്രതിജ്ഞ, ആ ദൃഢനിർധാര ഉണ്ടാക്കണം. അത് ഇൻഷാ അല്ലാഹ് ആ നിലക്കാക്കിത്തെങ്കിൽ ഞങ്ങൾ അള്ളാഹു ഞങ്ങളുടെ ദോഷം അള്ളാഹ് മാഫാക്കട. പടച്ചവനെ നീ മാഫാക്കാത്ത ദോഷം ഞങ്ങളുണ്ടെങ്കിലേക്ക് അതിനെ ഇല്ലാണ്ടാക്കുമല്ലോ. എല്ലാ ട്രിക്സും യുക്തിയും എന്നും ഞങ്ങൾ നീ പഠിപ്പാടിത്ത റഹ്മാൻ ഞങ്ങളെല്ലാവരും നീ ഞങ്ങാക്കി സർവ്വദോഷം നീ മാഫാക്ക. ഞങ്ങൾക്ക് എല്ലാ സത്കർമ്മത്തെ നീ സ്വീകരിക്കുക. ഞങ്ങൾ നീ ഖൈർ അഹ്ലുകാരെ കൊടുത്താക്കുക. അല്ലാഹ് ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.